വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നല്ല മഴയാണ് ഗൈസ്. സമയം വൈകുന്നേരം ആവാനായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് രാവിലെ മുതൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഷൂട്ട് ചെയ്യണം വിചാരിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. ഹായ് പറയും പൊട്ട്. അപ്പം ഞാനിപ്പോഴുള്ള മൂത്തമ്മൻ്റെ ആണ് കേട്ടോ. ഞങ്ങളൊരു ഉച്ചയായപ്പം കൊണ്ട് വന്നതാണ്. അപ്പം ഇവിടെ വന്നു ഭയങ്കര മഴയാണ്. എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭക്ഷണം എല്ലാവരും കഴിച്ചു. പിന്നെന്താണ്, അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മൾ രാവിലെ എടുത്ത വീഡിയോസ് ആയിരുന്നു. അപ്പം ഞാനും ഏട്ടൻ്റെ കൂടെ പോയിരുന്നു. ബീഫ് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഞായറാഴ്ച ആകുമ്പോൾ ബീഫ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പോകാറുണ്ട്. പക്ഷേ മിക്ക ദിവസങ്ങളും ഞങ്ങൾക്ക് കിട്ടാറില്ല, കാരണം നേരം വൈകിട്ട് നമ്മൾ എഴുന്നേക്കാറ് കേട്ടോ. അങ്ങനെ പതിവ് പോലെ തന്നെ നമുക്ക് ഇന്നും ബീഫ് കിട്ടിയില്ല. പകരം നമ്മൾ കപ്പപ്പുഴുക്കിനുള്ള പുഴുക്കറച്ചി വാങ്ങിയിട്ടോ. ബീഫിൻ്റെ തന്നെ പുഴുക്കറച്ചി എന്ന് പറയും ഇവിടെ. അത് വാങ്ങിയിട്ടുണ്ട്. കപ്പയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് നമ്മുടെ കുഞ്ഞിന് പഴംപൊരി വേണമെന്ന് പറഞ്ഞപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ 2 പഴംപൊരി വാങ്ങി, ഒരെണ്ണം കുഞ്ഞു കാറിൽ തന്നെ കഴിച്ചു. അവനും രാവിലെ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ വേഗം ഞങ്ങളെ കൂടെ ചാടി കയറിയിട്ട് രാവിലെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ തന്നെ ഏകദേശം 9:30 ആയപ്പോഴാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ബീഫ് പെട്ടെന്ന് ഇവിടെ തീരും കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ അപ്പുണ്ണി പറഞ്ഞിരുന്നു പൊറോട്ട വേണമെന്ന്. അപ്പോൾ പൊറോട്ട വാങ്ങി, പിന്നെ എന്താ പറയുന്നത്, കറിയായിട്ട് കടലക്കറിയാണ് വാങ്ങിയത്. അങ്ങനെ ചായയോടെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ മൂത്തമ്മൻ്റെ അവിടേക്ക് വന്നിട്ട്. അപ്പോൾ മൂത്തമ്മൻ്റെ അവിടെ നിന്നാണ് ചോറ് കഴിച്ചത്. നല്ല നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫും പരിപ്പ് കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാവരും കഴിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കപ്പപ്പുഴുക്കും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയായിരുന്നു, നിൽക്കാതെ മഴയായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നാത്തൂന് ഇവിടെ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല കട്ടൻ ചായ കുടിക്കാന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണ് കേട്ടോ. മഴയാകുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചായ വേണം. പഞ്ചസാരയും ചായപ്പൊടിയും തീരുന്ന വഴിയേ കാണില്ല. അപ്പോൾ ഏകദേശം നെയ്ച്ചോറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ നെയ്ച്ചോറൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ ബാക്കിയുള്ളൂ കേട്ടോ. അങ്ങനത്തെ അടിപൊളിയായിരുന്നു നെയ്ച്ചോറും ബീഫും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല കുറച്ച് എരിവൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എരിവോടെ കൂടിയിട്ട് ബീഫ് കറിയൊക്കെ വെക്കുന്നത്. പിന്നെ ചെമ്പെല്ലാം കാലിയായിട്ടുണ്ട് കണ്ടോ. ബീഫെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ആർക്കും വേണ്ടാത്ത പോലെ ഇരിക്കുന്ന പരിപ്പറി മാത്രമാണ് കേട്ടോ. പിന്നെ ബീഫും മീനൊക്കെ കാണുമ്പോൾ പിന്നെ പരിപ്പറി ഒന്നും ആരും കൂട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ബീഫ് കറി തീർന്ന സ്ഥിതിക്ക് നമ്മൾ ഇന്ന് രാത്രി എന്തായാലും പരിപ്പ് കൂട്ടും ഗൈസ്. അങ്ങനെ പരിപ്പറി അവിടെ കുക്കറിൽ അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട്. പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. ഇത് പുട്ടുണ്ട്. പിന്നെ എന്തെന്നാ, ഇത് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നും പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മൂത്തമ്മൻ്റെ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ആയതുകൊണ്ട് തന്നെ. പിന്നെ കുറച്ച് കപ്പപ്പുഴുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ട്. അവരാരും കഴിച്ചിട്ടില്ല. വൈകുന്നേരം ചായനൊപ്പം കഴിക്കാൻ എന്നിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കപ്പപ്പുഴുക്കും ഉണ്ട്. പിന്നെ എന്താണ്, അങ്ങനെ നാത്തൂന് അവിടെ ചായയെല്ലാം സെറ്റാക്കി ഏകദേശം എല്ലാവർക്കും കൂടെ ചായയൊക്കെ എടുത്ത് നമുക്ക് മുറ്റത്ത് പോയിരുന്ന് കൊലായി പോയിരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് നല്ലോണം ഇരുന്ന് കുടിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ചായ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്താണെങ്കിൽ ഇന്ന് ഭയങ്കര മഴ കേട്ടോ. എന്താ അറിയില്ല, ഉച്ചയ്ക്ക് ശേഷം നിന്നിട്ടേ ഇല്ല. പെയ്യൽ തന്നെയായിരുന്നു കേട്ടോ. ഒന്ന് നല്ലോണം പെയ്യും, പിന്നെ ഒന്ന് നിൽക്കും, പിന്നെയും നല്ലോണം പെയ്യും. അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ തണുപ്പും ആയി തുടങ്ങിയിട്ടുണ്ട്. തുമ്മലും ചീറ്റലും ജലദോഷവും ശ്വാസമുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുണെങ്കിൽ ഭയങ്കര അലമ്പായിരുന്നു. വെറുതെ കൂവി വിളിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവന് പുന്നാരുണ്ടെങ്കിൽ അവളെ കൂടെ അങ്ങനെ അടികൂടി കളിക്കുന്നതാണ് അവന് ഭയങ്കര ഇഷ്ടം. അവളെ തല്ലിയും പിച്ചിയൊക്കെ അവളെ കൂടെ വേണം, കളിച്ചുകൊണ്ടിരിക്കണം അവന്. പിന്നെ ചായ എല്ലാം ഇവിടെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നാത്തും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ കുഞ്ഞുവാണെങ്കിൽ ചായ കണ്ടപ്പോൾ തന്നെ ചായ വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പുറത്ത് കണ്ടില്ലേ, പിന്നെയും മഴ സ്റ്റാർട്ട് ചെയ്ത് കഴിച്ചു. ഇതെന്നും നിൽക്കുന്നറില്ല. പിന്നെ മഴക്കാലമാണല്ലോ, ഇനി നിൽക്കലൊന്നും ഇല്ല, കണക്കായിരിക്കും. ഇനി മഴയായിരിക്കും, ചിലപ്പോൾ സ്കൂളൊക്കെ അവധിയായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട്. പിന്നെ കുഞ്ഞുണ്ണൊരു ബിസ്ക്കറ്റൊക്കെ കഴിക്കണം. മൂത്തമ്മ കപ്പപ്പുഴുക്ക് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ക്യാമറ കൂടെ വന്നപ്പോൾ മൂത്തമ്മ ചിരിക്കട്ടെ. മൂത്തമ്മേനെ ഞാൻ വിടാറില്ല. എപ്പോൾ വന്നാലും മൂത്തമ്മ എന്തെങ്കിലും കഴിക്കുന്നതൊക്കെ നല്ല ക്ലോസപ്പിൽ വീഡിയോ എടുക്കും. അങ്ങനെ എന്താണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്പൂണും പാത്രം അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞുന് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് വേഗം അത് വാങ്ങി വെച്ചു, അല്ലെങ്കിൽ നിലത്ത് കളി അവൻ എന്തായാലും. പിന്നെ എനിക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ കിട്ടി. ഞാൻ ഇവിടെ നമ്മുടെ ഉമ്മറക്കോലയിലൊക്കെ എന്ന് പറഞ്ഞാൽ പടിയിലൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. ചായ ഇങ്ങനെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഗൈസ്. മുറ്റത്തൊന്നും ഇരിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. സ്വെറ്ററൊക്കെ ഇടണം ഇനി. കുഞ്ഞിനായിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, ചമ്മണപ്പടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവന് ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട്, ഇടയ്ക്ക് കുറച്ച് ചായ എല്ലാം കുടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞു ഉറങ്ങിപ്പോയി. ഇതാ കണ്ടില്ല, കണ്ണടഞ്ഞു പോകുന്നുണ്ട്. അവന് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല, കാരണം ഉച്ചയ്ക്ക് ശേഷമാണല്ലോ ഞങ്ങൾ, അതായത് ഉച്ച ആവാന്ന നേരത്തെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവൻ ഇവിടെ എല്ലാവരുമായിട്ട് കളിയായിരുന്നു. അപ്പോൾ അവൻ്റെ ഉറങ്ങുന്ന സമയമെല്ലാം അങ്ങ് പോയി. പിന്നെ കളിയെല്ലാം കഴിഞ്ഞ് അവന് വൈകുന്നേരം എപ്പോഴും ഉറക്കം വന്നത്. ഇവിടെ കുഞ്ഞു ഉറങ്ങിയപ്പോൾ അവനതേ ഇവിടെ കൊണ്ട് കിടത്തി നല്ലോണം പുതച്ച് മൂടി കിടത്തിയിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പുണ്ണി സിദ്ധു ആണെങ്കിൽ ഫോണിൽ ഒരേ ഗെയിം കളിയാണ് കേട്ടോ. ഒരാൾ ഔട്ടാകുമ്പോൾ ഒരാൾ കളിക്കും, പിന്നെ ഒരാൾ ഔട്ടാകുമ്പോൾ ഒരാൾ കളിക്കും. അങ്ങനെ തന്നെയാണ്. അവർക്കൊരു ഫോൺ കിട്ടിയാൽ മതി. പിന്നെ ഈ ഞായറാഴ്ചകളിൽ ഫോണൊക്കെ കിട്ടുള്ളൂ. പിന്നെന്താണ്, നമ്മുടെ പാറുമോളാണ് ഇവിടെ വന്ന് നോക്കി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എന്താ സംഭവം ഒന്നും അറിയില്ല. 2 കണ്ണിന്ന് ഓരോ തുള്ളി ഇങ്ങനെ ഉറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അവൾ എന്തിനോ വാശി പിടിച്ചിരിക്കുകയായിരുന്നു. സിദ്ധുവിനോടും അപ്പുവിനോടും എന്തോ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അവളൊന്നും മിണ്ടുന്നില്ല. പിന്നെ അവളെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ശരണിച്ച് കുറച്ച് പുഴുക്കും കൊണ്ട് വന്നപ്പോൾ അവൾ അതിലൊന്നും വീണില്ല. അവസാനം അവൾ വീണത് ബൂസ്റ്റിലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പാത്രത്തിൽ ഇച്ചിരി ബൂസ്റ്റ് ഇട്ട് കൊടുത്തപ്പോൾ ആൾ ഹാപ്പി. അങ്ങനെ അതിരുന്ന് അവൾ കുറേ നക്കി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവളും ഹാപ്പി ആയിട്ടോ. പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇനി കുളിക്കാത്തവരൊക്കെ കുളിക്കാനുള്ള പരിപാടിയിലാണ്. മഴക്കാലം വന്നാലുള്ള പരിപാടി
പരിപാടി എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളമാണല്ലോ. മഴക്കാലം തണുപ്പും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ചൂടുവെള്ളത്തിനാണ് കൂളി. പിന്നെ പറയണ്ടല്ലോ, ഗ്യാസ് തീരുന്ന വഴി നമ്മൾ കാണില്ല ഗൈസ്. അപ്പോൾ ഇവിടെയാണ് ഇതേ ശരണേച്ചി വന്നിട്ട് ചട്ടി വടിക്കുന്നുണ്ട്. ചട്ടി വടിക്കുകയല്ല, നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പെറുക്കി തിന്നു കേട്ടോ. നെയ്ച്ചോറിലെ ബാക്കി ചോറ് നമുക്ക് ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പാത്രമെല്ലാം കഴുകി വെക്കാമെന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് ചോറല്ലേ ഉള്ളൂ, അതിങ്ങനെ വലിയ പാത്രത്തിലൊന്നും ആക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ചെറിയൊരു പാത്രത്തിലാക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അതിലുള്ള മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ അങ്ങനെ പെറുക്കി തിന്നാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പായസത്തിലും അതുപോലെ ഇതിലൊക്കെ ഇടുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാനാണ് അതൊക്കെ മാറ്റി വെച്ചാൽ കഴിക്കാറ്. ഇത് നേരെ തലതിരിച്ചിട്ടാണ് കേട്ടോ അതിലുള്ളതെല്ലാം പെറുക്കി കഴിക്കും. നമ്മളിതിലും കൂടെ ഉണ്ടോ ചോദിച്ചിട്ട് വാങ്ങി കഴിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറായിരുന്നു കേട്ടോ. നല്ല നെയ്ച്ചോറും ബീഫും ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലോണം കഴിച്ചു. കുഞ്ഞുണ്ണി ആണെങ്കിൽ ഇവിടെ എത്തിയ പാടും തന്നെ അയ്യോ ബിരിയാണി മണക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവന് ഉള്ളിലോട്ട് കയറുന്നത്. അപ്പോൾ അവൻ വന്ന പാട് മൂത്തമാർ അവന് കൊടുക്കാറുണ്ട്. അങ്ങനെ അവന് ചോറൊക്കെ കൊടുത്തിട്ടോ. അങ്ങനെ ശരണേച്ചി ഇവിടെ ജോറായിട്ടുള്ള പണിയിലാണ്. ഞങ്ങളോട് വർത്താനവും പറയുന്നുണ്ട്, ഒരേ പണി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ വ്ളോഗിൽ മുഴുവൻ വ്ളോഗ് ചെയ്യാല്ല, ശരണേച്ചിയാണ്. ശരണേച്ചിൻ്റെ പണിയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ആളൊന്നും കൂടെ കുറച്ചിങ്ങനെ എന്താ പറയുന്നത് ഷോയൊക്കെ ഇറക്കി കൂടി ഇരിക്കണ്ടോ. അയ്യോ ഭയങ്കര പണിയില്ലാന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ പാത്രമെല്ലാം കഴുകുകയാണ്. ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയുള്ളൂ. പുതിയ വീഡിയോയിൽ കാണാൻ ടാറ്റാ.